പ്രഖ്യാപിച്ച 2007 മുതൽ സംസ്ഥാനത്തിന്റെ പലയിടങ്ങളിലും ഉയർന്ന ആശങ്കകൾ. കഴിഞ്ഞ വർഷം നവംബറിൽ വടക്കൻ കേരളത്തിൽ സർക്കാരും ജനങ്ങളും തമ്മിലുള്ള ഏറ്റുമുട്ടലെത്തി. സ്ഥലമേറ്റെടുപ്പിനെ ചൊല്ലി പദ്ധതിയുടെ ഭാവി തന്നെ സംശയത്തിലായി. എന്തുകൊണ്ട് ഇതിനപ്പുറത്തേക്ക് നീണ്ടില്ല? സ്പെഷ്യൽ കറസ്പോണ്ടന്റ് പരിശോധിക്കുകയാണ്. സ്വാഗതം. കൊച്ചി LNG ടെർമിനലിൽ നിന്നും മംഗലാപുരത്തേക്കുള്ള വാതക പൈപ്പ് ലൈൻ എന്തുകൊണ്ട് കോഴിക്കോട് മുക്കത്ത് തടസ്സപ്പെട്ടു? ഗെയിൽ പൈപ്പ് ലൈൻ വിവാദത്തിൽ 5 ചോദ്യങ്ങൾ സ്പെഷ്യൽ കറസ്പോണ്ടന്റ് മുന്നോട്ട് വെക്കുകയാണ്. ചോദ്യം 1, പൈപ്പ് ലൈൻ പദ്ധതി എന്തെങ്കിലും സുരക്ഷാ ഭീഷണി ഉയർത്തുന്നുണ്ടോ? അഥവാ പദ്ധതി കൊണ്ട് എന്തെങ്കിലും അപകടങ്ങൾ ഉണ്ടാകുമോ? സുരക്ഷാ പ്രശ്നങ്ങളെക്കുറിച്ച് ആദ്യം പറയേണ്ടത് ഗെയിലാണ്. പ്രകൃതിവാതക പൈപ്പ് ലൈൻ കടന്നു പോകുന്ന സ്ഥലങ്ങളിലെ ജനങ്ങൾക്ക് യാതൊരു രീതിയിലുള്ള ആശങ്കകളുടെയും ആവശ്യമില്ല. പ്രകൃതിവാതകത്തിന് വായുവിനേക്കാൾ ഭാരക്കുറവുള്ളതിനാൽ ലീക്ക് ഉണ്ടായാൽ അത് അന്തരീക്ഷത്തിലേക്ക് ഉയർന്നു പോവുകയും താഴെ തളം കെട്ടി കിടന്നോ അതല്ലാതെ സമീപ പ്രദേശങ്ങളിലേക്ക് വ്യാപിച്ചോ അപകടമുണ്ടാകാനുള്ള യാതൊരു സാധ്യതയുമില്ല. ആയതിനാൽ LPGയേക്കാൾ വളരെ വളരെ സുരക്ഷിതമാണ് പ്രകൃതിവാതകം. കൂടാതെ പ്രകൃതിവാതകം തനിയെ തീപിടിക്കാനുള്ള ഊഷ്മാവ് 580 ഡിഗ്രി സെന്റിഗ്രേഡാണ്. ഇക്കാര്യത്തിലും LPGയേക്കാൾ വളരെയധികം സുരക്ഷിതമാണ് പ്രകൃതിവാതകം. അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾ അനുസരിച്ചാണ് ഗ്യാസ് പൈപ്പ് ലൈൻ ഡിസൈൻ ചെയ്യുന്നതും കൺസ്ട്രക്ട് ചെയ്യുന്നതും. എന്തൊക്കെയാണ് ഈ പൈപ്പ് ലൈൻ ഉയർത്തുന്ന സുരക്ഷാ പ്രശ്നങ്ങൾ? അന്താരാഷ്ട്ര മാനദണ്ഡം അനുസരിച്ചും ഇന്ത്യയുടെ ഓയിൽ ഇൻഡസ്ട്രി സേഫ്റ്റി ഡയറക്ടറേറ്റിന്റെ മാനദണ്ഡം അനുസരിച്ചും പാലിക്കേണ്ട സുരക്ഷാ മാനദണ്ഡങ്ങൾ ഇവിടെ പാലിക്കപ്പെടുന്നില്ല എന്നതാണ്. കാരണം അത്രയും അപകടകാരിയായ ഒരു ഹൈ പ്രഷർ ട്രാൻസ്മിഷൻ പൈപ്പ് ലൈനാണ് ഈ വഴി കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ നിയമപ്രകാരം ഈ ജനവാസ മേഖലയിലൂടെ കടന്നു പോകാൻ പാടില്ല എന്ന ആ നിയമത്തെ ലംഘിച്ചുകൊണ്ട് കടന്നു വരുമ്പോൾ പോലും ഒരു വികസനത്തിന്റെ ഭാഗമായി ഇവിടുത്തെ ജനങ്ങൾ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവുമ്പോൾ ആ പരമാവധി കൊടുക്കേണ്ട സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ടുപോവുക എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ഇത് ഗെയിലിനും സമരസമിതിക്കും പറയാനുള്ള കാര്യങ്ങൾ. പക്ഷേ കോഴിക്കോട് മുക്കത്ത് സംഭവിച്ചത് മറ്റൊന്നായിരുന്നു. ഒരു ദിവസം ഗെയിൽ വാഹനം മുക്കത്തെത്തി. മുൻ നിശ്ചയിച്ച സ്ഥലങ്ങളിൽ കുഴിയെടുക്കാൻ തുടങ്ങി. പൈപ്പ് നീക്കാൻ ക്രെയിനുകൾ വന്നു. ട്രഞ്ചിങ് വാഹനങ്ങളും എത്തി. നാട്ടുകാർ കല്ലേറ് തുടങ്ങി. ആദ്യം ഗെയിലിന്റെ വാഹനം തകർത്തു. പോലീസ് വാഹനത്തിന് കല്ലെറിഞ്ഞു. പോലീസ് തിരികെ ലാത്തിചാർജ് നടത്തി. ഉച്ചവരെ സംഘർഷാവസ്ഥ. മാസങ്ങൾ നീണ്ടുനിന്ന പ്രാദേശിക പ്രതിഷേധം അതോടെ സംസ്ഥാന വാർത്തയായി. ചില ദേശീയ മാധ്യമങ്ങളും ഏറ്റെടുത്തു. മുക്കം അക്ഷരാർത്ഥത്തിൽ വിറങ്ങലിച്ചു നിന്നു. അന്നു വൈകിട്ട് 2ാം ഘട്ട സംഘർഷം. മുക്കം പോലീസ് സ്റ്റേഷനിലേക്ക് നാട്ടുകാരുടെ മാർച്ച്. ലാത്തിചാർജും ടിയർ ഗ്യാസ് പ്രയോഗവും. പോലീസ് ഗ്രനേഡുകൾ എറിഞ്ഞു. കസ്റ്റഡി എടുത്തവരെ വിട്ടയക്കണം എന്നായിരുന്നു ആവശ്യം. രാത്രി വൈകി സംഘർഷത്തിന് താൽക്കാലിക ശമനം. പക്ഷേ പിറ്റേന്ന് കൂടുതൽ യുദ്ധസമാനമായ അന്തരീക്ഷത്തിലായിരുന്നു മുക്കം. വഴിനീളെ ടയറുകൾ കൂട്ടിയിട്ട് കത്തിച്ച് ഹർത്താൽ. ഇടയ്ക്കെല്ലാം ഏറ്റുമുട്ടൽ. ബൈക്കിൽ പോയവരെ വരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ആരോപണങ്ങൾ തുടർന്നു. ഒടുവിൽ സർക്കാർ സർവകക്ഷി യോഗം വിളിച്ചു. ചർച്ചയാകാം, അത് നഷ്ടപരിഹാരത്തെക്കുറിച്ചാകണമെന്ന് തോമസ് ഐസക്. പദ്ധതി വേണോ വേണ്ടയോ എന്ന കാര്യത്തിൽ ചർച്ചയില്ല. അല്ല, വീടിനടുത്തുകൂടി പൈപ്പ് പോകുന്നുണ്ട്, വീട് മാറി താമസിക്കണം, അതിന് സ്ഥലം എടുക്കണം, ചിലവുണ്ടാവും, ചർച്ചയാവാം. പക്ഷേ ഗെയിൽ പൈപ്പ് പദ്ധതി കേരളത്തിന് വേണോ വേണ്ടയോ എന്നുള്ള ചർച്ചയില്ല. നമ്മുടെ വികസനത്തിന് അനിവാര്യമായിട്ടുള്ള കാര്യമാണ്.
മന്ത്രി AC മൊയ്തീൻ ചർച്ചകൾക്ക് നേതൃത്വം നൽകി. എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കുമൊപ്പം സമരസമിതി പ്രതിനിധികളും ചർച്ചകളിൽ പങ്കെടുത്തു. യോഗത്തിലും പ്രതിഷേധം അയഞ്ഞില്ല. പക്ഷേ അന്ന് ഒരു കാര്യം അർത്ഥശങ്കയ്ക്കിടയില്ലാതെ തീരുമാനിക്കപ്പെട്ടു. നഷ്ടപരിഹാരത്തെക്കുറിച്ചും പുനരധിവാസത്തെക്കുറിച്ചും മാത്രമേ ചർച്ചയ്ക്ക് സാധ്യതയുള്ളൂ എന്ന കാര്യം. അപ്പോഴും സമരസമിതി മുന്നോട്ട് വെച്ചത് സുരക്ഷാ ഭീഷണി തന്നെയായിരുന്നു. സമരസമിതിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഈ ഡിസഗ്രി എന്ന് അവിടെ എണീറ്റ് നിന്നുകൊണ്ട് തന്നെ പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ ഇറങ്ങിയിട്ടുള്ളത്. ഇവിടെ ഏറ്റവും കാതലായ ഞങ്ങൾ ഉയർത്തി പിടിച്ചിട്ടുള്ള വിഷയം ജനവാസ മേഖലയെ പൂർണ്ണമായും ഒഴിവാക്കുക എന്നുള്ളതാണ്. പൂർണ്ണമായും ഒഴിവാക്കാൻ കഴിയില്ല, അല്ല അതിൽ ഈ അലൈൻമെന്റിൽ മാറ്റമില്ല എന്നുള്ളത് ക്ഷടിച്ചുകൊണ്ടാണ് പറഞ്ഞിട്ടുള്ളത്. അത് ഞങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമേ അല്ല. അതേസമയം ഞങ്ങൾ ഈ സമരത്തിന് ആധാരമായി ഞങ്ങൾ വീട് ചൂണ്ടിക്കാണിച്ചിരുന്നു, മീഡിയ പ്രതിനിധികളൊക്കെ നേരിൽ കണ്ടുകൊണ്ട് പറഞ്ഞിരുന്നു. അത്തരം വീടുകൾ നഷ്ടപ്പെടാതിരിക്കാൻ ഉള്ള അലൈൻമെന്റിലുള്ള ചില മാറ്റങ്ങൾ, അതിപ്പോൾ ഓക്യുപ്പൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് 20 മീറ്റർ ആണെങ്കിൽ അത് 2 മീറ്ററിലൊക്കെ ചുരുക്കിക്കൊണ്ട് ചെയ്യുമെന്നുള്ള ഒരു ഉറപ്പുണ്ടായിട്ട്, അതുപോലെ ഏറ്റവും അതിനേക്കാളും പ്രധാനം മറ്റൊരു കാര്യം ഉണ്ടായിരുന്നു, 10 സെന്റ് അതിൽ താഴേക്കുള്ള ഇവരുടെ കാര്യത്തിൽ അത് ഒരു സ്പെഷ്യൽ പാക്കേജ് തന്നെ ഉണ്ടാക്കാമെന്നും ആ സ്പെഷ്യൽ പാക്കേജ് മാർക്കറ്റ് വാല്യൂ, കാരണം ഇവിടുത്തെ 10 സെന്റ് ചിലപ്പോൾ പുറത്ത് വാങ്ങേണ്ടി വന്നാൽ വലിയ വ്യത്യാസം ഉണ്ടാവും, ആ ഒരു കാര്യം അങ്ങനെ പറഞ്ഞിരിക്കുകയാണ്. ഗെയിൽ പൈപ്പ് സ്ഥാപിക്കുന്നത് 437 കിലോമീറ്റർ ദൂരത്താണ്. മണ്ണ് വീതിയിൽ മാറ്റി അടിത്തറ ഉറപ്പാക്കിയാണ് പൈപ്പിടുന്നത്. 20 മീറ്റർ വീതിയിലാണ് സ്ഥലം ഏറ്റെടുപ്പ്. ഇത്രയും വീതിയിൽ സ്ഥലം ഏറ്റെടുക്കുന്നത് നിർമ്മാണത്തിനുള്ള വാഹനം കടന്നുപോകാൻ കൂടിയാണ് എന്നാണ് വിശദീകരണം. കേന്ദ്ര ഗവൺമെന്റിനും പൈപ്പ് ലൈനും അതേപറ്റിയുള്ള സംഗതികൾ കൊണ്ടുപോകാൻ ഈ ഇന്ത്യ രാജ്യത്ത് ആരുടെ ഭൂമിയും ഗവൺമെന്റിന് ഏറ്റെടുക്കാം, ഉപയോഗത്തിന് വേണ്ടി മാത്രം. ഭൂമിയുടെ ഉടമസ്ഥാവകാശം മാറുന്നില്ല, ഭൂമി അവരുടെ തന്നെ. പക്ഷെ അത് ഉപയോഗിക്കാൻ ഗവൺമെന്റിന് അധികാരമുണ്ട്. ആ അധികാരം ഗവൺമെന്റ് ഉപയോഗപ്പെടുത്തുന്ന ആക്റ്റാണ് 1962 ROW ആക്ട്. ആ ആക്ട് പ്രകാരം അപ്പോൾ അത് ഇവിടെ ഇപ്പോൾ 20 മീറ്റർ വീതിയിൽ അവർ തൽക്കാലം സ്ഥലം എടുക്കും. ഇവർക്ക് യഥാർത്ഥത്തിൽ 10 മീറ്ററേ ആവശ്യം. ഇപ്പോൾ കൺസ്ട്രക്ഷൻ പർപ്പസിന് വേണ്ടി വാഹനങ്ങൾ പോകാനും മറ്റുമാണ് 20 മീറ്റർ എടുക്കുന്നത്. കൺസ്ട്രക്ഷൻ ഒരിക്കൽ പൂർത്തീകരിച്ചു പൈപ്പ് ലൈൻ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ 10 മീറ്റർ ഉടമസ്ഥന് തന്നെ അപ്പോൾ തന്നെ തിരികെ ഹാൻഡ് ഓവർ ചെയ്യും. അവശേഷിക്കുന്ന 10 മീറ്ററിൻ്റെ വീതിയിലുള്ള സ്ഥലത്തിൻ്റെ ഉടമസ്ഥാവകാശം യഥാർത്ഥ കൃഷിക്കാരിൽ തന്നെ നിലനിൽക്കും. അയാൾക്ക് അവിടെ ഹ്രസ്വകാല വിളകൾ കൃഷി ചെയ്യുന്നതിന് ഒരു തടസ്സമില്ല, വഴി ഉപയോഗിക്കുന്നതിന് ഒരു തടസ്സമില്ല. ഈ പൈപ്പ് ലൈനിൻ്റെ എഡ്ജിൽ നിന്ന് 10 മീറ്ററാണല്ലോ ടോട്ടൽ വരിക. എൻ്റെ സെൻറ്ററിൽ നിന്ന് 5 മീറ്റർ വീതം അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചാൽ ആ 5 മീറ്റർ കഴിഞ്ഞാൽ ബിൽഡിംഗ് ഉണ്ടാക്കുന്നതിന് തടസ്സമില്ല, ടോയ്ലറ്റ് ബ്ലോക്കുകൾ ഉണ്ടാക്കുന്നതിന് തടസ്സമില്ല, മറ്റൊരു തടസ്സവും അവശേഷിക്കുന്നില്ല. മണ്ണിട്ട് മൂടിക്കഴിഞ്ഞാൽ ഭൂമിയുടെ ഉടമസ്ഥാവകാശം തിരികെ ഉടമയ്ക്ക് ലഭിക്കുന്നു. 1 മീറ്റർ ആഴത്തിൽ വേരിറങ്ങുന്ന കൃഷി വരെ നടത്താൻ തടസ്സമില്ല. വൻ മരങ്ങൾ നടാനോ തെങ്ങ് പോലുള്ളവ കുഴിച്ചു വെക്കാനോ കഴിയില്ല. ചെറിയ ഷെഡ് കെട്ടാനും ഉടമയ്ക്ക് അവകാശമുണ്ട്. 1962 പെട്രോളിയം ആൻഡ് മിനറൽ പൈപ്പ് ലൈൻ ആക്ടിൽ ജനവാസ മേഖലയിൽ പൈപ്പ് ഇടരുതെന്ന് പറഞ്ഞിട്ടില്ല. ഇത് സംബന്ധിച്ച് പല കേസുകളും ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് വന്നിട്ടുണ്ട്. ആ കേസുകളെല്ലാം തന്നെ ഗെയിലിന് അനുകൂലമായിട്ടുള്ള വിധി തീർപ്പാക്കിയിട്ടുണ്ട്. സുരക്ഷാ വീഴ്ച അറിയാനും പരിഹരിക്കാനും റിമോട്ട് സംവിധാനമുണ്ടെന്ന് ഗെയിൽ പറയുന്നു. നിരന്തരം 24 മണിക്കൂറും ഓൺലൈൻ മോണിറ്ററിംഗ് ചെയ്യാനുള്ള സംവിധാനം ഈ റീജിയണൽ ഗ്യാസ് മാനേജ്മെന്റ് സെന്റർ ഉണ്ട്. അപ്പോൾ പൈപ്പ് ലൈനിന്റെ എല്ലാ ഗ്യാസ് പാരാമീറ്റേഴ്സും മൊത്തം തന്നെ നിരീക്ഷിക്കുകയും എന്തേലും ലീക്ക് എവിടെയെങ്കിലും വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ റീജിയണൽ ഗ്യാസ് മാനേജ്മെന്റ് സെന്ററിൽ അത് ലഭിക്കുകയും ചെയ്യുന്നു. ഉടൻ തന്നെ ആ സ്ഥലത്തിന്റെ ഇരുവശത്തുമുള്ള SV സ്റ്റേഷനിലെ റിമോട്ട് കൺട്രോൾ വാൾവ് അത് അടയ്ക്കുകയും ആ പർട്ടിക്കുലർ സെക്ഷൻ മെയിൻ പൈപ്പ് ലൈൻ സിസ്റ്റത്തിന്റെ സപ്ലൈയിൽ നിന്ന് വിച്ഛേദിക്കുകയും ആ SV സ്റ്റേഷനിൽ നിന്ന് ഗ്യാസ് ആ സെക്ഷനിലുള്ള ഗ്യാസ് വെന്റ് ഔട്ട് ചെയ്യുകയും ചെയ്യുന്നു. അപ്പം ഈ പൈപ്പ് ലൈൻ സിസ്റ്റത്തിൽ SV സ്റ്റേഷനുകളിൽ ഗ്യാസ് വെന്റ് ഔട്ട് ചെയ്യാം. വികസന കാര്യങ്ങളിൽ പരമാവധി രാഷ്ട്രീയം ഒഴിവാക്കണം. വികസന പദ്ധതികൾ നടപ്പാക്കുന്നതിന് മുമ്പ് പരമാവധി അതേക്കുറിച്ച് വിശദമായ ചർച്ചകൾ വേണം. അതോടൊപ്പം തന്നെ ഏത് വികസന പദ്ധതിയും അത് നടപ്പാക്കുമ്പോൾ
ചെറിയ വിഭാഗമാകട്ടെ ഗണ്യമായ വിഭാഗമാകട്ടെ കുറെ ജനങ്ങളെ ബാധിച്ചു. അത് ബാധിക്കുന്നവരെ സംബന്ധിച്ചോളം അവരുടെ ജീവൻ പ്രശ്നമാണ്, ഏറ്റവും വലിയ പ്രശ്നം. അവരെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് അവരോട് സംസാരിച്ച് അവരുടെ ആശങ്ക പരിഹരിച്ച് മുന്നോട്ട് പോകാണ് വേണ്ടത്. ഉദാഹരണത്തിന് കൊച്ചി മെട്രോ എല്ലാവരും സ്വാഗതം ചെയ്ത പരിപാടിയാണ്. പക്ഷെ ഒരു ഘട്ടം വന്നപ്പോൾ എറണാകുളം നഗരത്തിലെ വ്യാപാരികളും ചെറിയ ഭൂവുടമകളും അതുപോലെ തങ്ങൾക്കുണ്ടാകുന്ന അപകടത്തിന്റെ പേരിൽ എതിർപ്പ് പ്രകടിപ്പിച്ചു. അന്നത്തെ ഗവൺമെന്റ്, മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും UDF ഗവൺമെന്റും അവരെ വിളിച്ചുകൂട്ടി ചർച്ച ചെയ്ത് കൊച്ചി മെട്രോയുടെ ആവശ്യകതയെ ബോധ്യപ്പെടുത്തി. അതോടൊപ്പം അതിന്റെ സ്ഥലമെടുപ്പിന്റെ ഫലമായി 5 സെന്റ്, 10 സെന്റ്, 20 സെന്റ് ഒക്കെ നഷ്ടപ്പെടാൻ ഇടയുള്ളവർക്ക് അവർക്ക് കൂടി സ്വീകാര്യമായ ഒരു ഒന്നാന്തരം പാക്കേജ് വാഗ്ദാനം ചെയ്തുകൊണ്ട് പ്രശ്നം പരിഹരിച്ചു. ഉരുണ്ടുകൂടി വന്ന എല്ലാ കാർബയങ്ങളും എതിർപ്പുകളും മാറി കൊച്ചി മെട്രോയുടെ പ്രവർത്തനം മുന്നോട്ട് പോയി. പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ മുൻ മുഖ്യമന്ത്രി AK ആന്റണിയുടെ പ്രതികരണമാണ് കണ്ടത്. ശ്രീ മോയിൻകുട്ടി ടെലിഫോൺ ലൈനിൽ തുടരുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ശ്രീ മോയിൻകുട്ടി, ഇപ്പോൾ AK ആന്റണി പറഞ്ഞതുപോലെ പ്രതിഷേധക്കാരെ വിശ്വാസത്തിലെടുത്തുകൊണ്ടൊരു തീരുമാനം എന്തായാലും ഗെയിൽ പദ്ധതിയുമായി മുന്നോട്ട് പോകുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞതാണ്. ഇനി അങ്ങോട്ടെങ്കിലും ഇത്തരം സംഘർഷങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ഏത് രീതിയിലുള്ള തുടർ നടപടികൾ ഉണ്ടാകണം? ഇതൊരു നാടിനോടുള്ള വെല്ലുവിളിയായിട്ടാണ് കാണുന്നത്. ബഹുമാന്യനായ MP-യുടെ നേതൃത്വത്തിൽ ഞങ്ങൾ DYSP-യുമായി സംസാരിച്ച് ചർച്ചയ്ക്ക് പോലും അനുവദിക്കാതെ തുടർന്ന് നമ്മൾ DGP-യുമായി MP ബന്ധപ്പെട്ടു. അദ്ദേഹം പറയുന്നത് എന്റെ കയ്യിൽ എല്ലാ കാര്യങ്ങൾ. ബഹുമാന്യനായ മുഖ്യമന്ത്രി വ്യക്തമായി നേരിട്ടിടപെട്ടുകൊണ്ടാണ് ഈ ക്രൂരമർദ്ദനത്തിൽ നേതൃത്വം കൊടുത്തത് എന്നാണ് ആരോപണം. ബഹുമാന്യരായിട്ടുള്ള മാധ്യമ സുഹൃത്തുക്കൾ, ദൃശ്യമാധ്യമ സുഹൃത്തുക്കൾ അവർക്ക് മാരകമായി പരിക്കേറ്റിട്ടുണ്ട്. നിരവധി ആളുകൾ പരിക്ക് പറ്റി കിടക്കുകയാണ്. തലക്കടിയിട്ടിട്ടാണ് 100 കണക്കിന് ആളുകൾ നിൽക്കുന്നത്. പല ആശുപത്രിയിൽ അവരുണ്ട്. ഒരു ചർച്ചക്ക് പോലും തയ്യാറാണ്. ഇത് രാഷ്ട്രീയം കലക്കാൻ നോക്കണം. ഇതിനകത്ത് ഒരു രാഷ്ട്രീയവും ഇല്ല. എല്ലാ വിഭാഗം ആളുകളുണ്ട്. അവരെ പാർട്ടി ഞങ്ങൾക്ക് പ്രശ്നമില്ല. എല്ലാ വിഭാഗം ഇടതുപക്ഷത്തെ ആളുകളുണ്ട്, എല്ലാ വിഭാഗം ആളുകളുണ്ട്. അതിക്രൂരമായ മർദ്ദനം, ഒരു പ്രകോപനമില്ലാതെ ഒരു യുദ്ധഭൂമിയാക്കി മാറ്റാൻ മുഖ്യ പരിസരം ചെയ്തിട്ടുള്ള ഒരു യുദ്ധഭൂമിയായിരുന്നു അവിടെ. നിരവധിയായ വാഹനങ്ങൾ അടിച്ചു തകർത്തു. ചർച്ചക്ക് പോലും തയ്യാറില്ല. DYSP കൈമലർത്തുന്നു, SP കൈമലർത്തുന്നു, DGP കൈമലർത്തുന്നു, നേരിട്ടുള്ള ഇടപെടലുകൾ. അപ്പൊ അതുകൊണ്ട് ബഹുമാന്യനായിട്ടുള്ള മുഖ്യമന്ത്രി നേരിട്ട് നടത്തിയിട്ടുള്ള യുദ്ധപ്രഖ്യാപന തിരുവമ്പാടി മണ്ഡലം മാത്രമല്ല എല്ലാ ഭാഗത്തോടും ഒരു ചർച്ചക്ക് തയ്യാറല്ല. ആദരണീയനായിട്ടുള്ള AK ആന്റണി ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു ചർച്ചക്ക് തയ്യാറാവാതെ യുദ്ധപ്രഖ്യാപനം. ആരോടാണ് ഈ യുദ്ധം? 5 സെന്റും 10 സെന്റും ഉള്ള പട്ടിണി പാവങ്ങളാണ് സ്വന്തം ഭൂമി നഷ്ടപ്പെട്ടുകൊണ്ട് അവിടെ കഷ്ടപ്പെടുന്നത്. ഒരു ചർച്ചക്ക് പോലും ഒരു ബദൽ ചർച്ചക്ക് പോലും തയ്യാറില്ല. കഴിഞ്ഞ കാലത്ത് കഴിഞ്ഞ ഗവൺമെന്റ് ഞാൻ MLA ആയിരുന്ന സന്ദർഭത്തിൽ ബഹുമാന്യനായ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ള റവന്യൂ മന്ത്രിമാരുൾപ്പെടെയുള്ള ആളുകൾ ചർച്ചക്ക് വിളിച്ചപ്പോ ആ ചർച്ച അടിച്ചു പൊളിച്ചവരാണ് ഇവര്. എന്നിട്ട് ഇപ്പൊ എന്താ സംഭവിക്കുന്നത്? ഇപ്പൊ നേരിട്ട് ആക്രമിച്ച് തകർത്ത് തരിപ്പണമാക്കി മുന്നോട്ട് പോവാണ്. ഇത് ഒരു കാരണവശാൽ ഇതൊരു യുദ്ധപ്രഖ്യാപനം. ഇത് ഇടതുപക്ഷ വലതുപക്ഷ പ്രശ്നമല്ല, ഭരണപ്രതിപക്ഷ പ്രശ്നമല്ല. ജനങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കുന്ന ഒരു വിഷയമാണിത്. ഓക്കെ, വളരെ നന്ദി ശ്രീ മോയിൻകുട്ടി ഇത്രയും നേരം പ്രതികരിച്ചതിന്. അപ്പം ഈ വിഷയത്തിൽ പ്രതികരിച്ച മറ്റുള്ള എല്ലാവർക്കും സർക്കാർ എന്ന് ഞാൻ പറഞ്ഞത് അതാണ്. പക്ഷെ ചർച്ച ചെയ്യുമ്പോൾ ബാലിശമായ വാദങ്ങൾ ഉയർത്തരുത്. സമരസമിതിക്കാരും എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ആളുകളും, രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഈ രാജ്യത്തെ ജനങ്ങളെ അവരുടെ കാര്യങ്ങൾ അന്വേഷിക്കുന്ന ആളുകളല്ലേ. ആ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ആരും ഈ പദ്ധതിക്ക് എതിരല്ല. ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് പറഞ്ഞത്. ആക്ഷൻ കൗൺസിൽ ഭാരവാഹികളും എതിരാണെന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ ഉണ്ടാകുന്ന പ്രശ്നം വേറെ എന്താ? മാർക്കറ്റ് വിലയുടെ ഈ 4 ഇരട്ടി കൊടുക്കണം എന്ന് പറയുന്ന പുതിയ വാദഗതി, അത് കേന്ദ്ര ആക്ട് തിരുത്താൻ ആവശ്യമായ ഏർപ്പാടുണ്ടായാലല്ലേ ചെയ്യാനാണ്. ഗെയിൽ അത് കൊടുക്കുന്നതിന് ഞങ്ങളെതിരല്ല. പുനരധിവാസവുമായി നമ്മളുടെ പറമ്പിലൂടെ ഒരു പൈപ്പിട്ട് പോകുന്നു എന്നുള്ളത് മാത്രമാണ് സംഭവിക്കുന്നത്. സ്വാഭാവികമായിട്ടും ആ പൈപ്പോ പിന്നെ വാട്ടർ കണക്ഷന്റെ പൈപ്പ് ഇടുമ്പോൾ അവിടെ നമ്മൾ മേജറായിട്ടുള്ള കൺസ്ട്രക്ഷൻ ഒന്നും പിന്നെ നടത്താറില്ല. എന്നാൽ അവിടെ നമുക്ക് എന്ത് ചെയ്യാം? സാധാരണ രീതിയിലുള്ള ഒരു പറമ്പ് എങ്ങനെയാണോ ഉപയോഗിക്കുന്നത്, വലിയ വേരുകളില്ലാത്ത, വലിയ കൺസ്ട്രക്ഷൻ അല്ലാത്ത മറ്റു തരത്തിലുള്ള കൃഷികളൊക്കെ നമുക്ക് ചെയ്യാം. അതിന് യാതൊരു കുഴപ്പവുമില്ല. അവർക്കതിന് 50%
അതിന്റെ പിന്നെ മാർക്കറ്റ് വാല്യൂം അവർക്ക് വിലയായിട്ട് നൽകുന്നുണ്ട്. അവരുടെ പറമ്പിലൂടെ അല്ലെങ്കിൽ സ്ഥലത്തിലൂടെ ഈ പൈപ്പ് ലൈൻ ഇട്ട് പോകുന്നതിന്. അപ്പൊ ഇത്രയും നല്ല ഒരു ഓഫർ പിന്നെ വരുമ്പോ അവരെ സംബന്ധിച്ചിടത്തോളം അത് നല്ലൊരു കാര്യമാണ്. മുസ്ലിം ലീഗ് UDF ഈ സമരം ഏറ്റെടുത്തു. മുസ്ലിം ലീഗ് അതിന്റെ മുന്നണി പോരാളികളിൽ ഒന്നായി മാറിക്കഴിഞ്ഞു. ലീഗല്ലേ ഇത് പിന്നെ തീരുമാനിച്ചതൊക്കെ? കഴിഞ്ഞ സർക്കാരിന്റെ കാലത്താണല്ലോ ഇതെല്ലാം തീരുമാനിക്കുന്നത്. ഇങ്ങനെ പോയാൽ എന്താ സംഭവിക്കാൻ വേണ്ടി പോവാന്ന് വെച്ചാൽ ഒരു സർക്കാരിന്റെ കാലത്തും ഒരു വികസന പ്രവർത്തനവും വരില്ല. ഈ ഗവൺമെന്റിന്റെ കാലത്ത് പ്രതിപക്ഷം അതിനെ എതിർക്കും. അടുത്ത സർക്കാർ വരുമ്പോൾ ഞങ്ങൾ ഇതിനു വേണ്ടി മുതിർന്നപ്പോൾ എതിർത്തില്ലേ, അതുകൊണ്ട് ഞങ്ങളും എതിർക്കുന്നു എന്നവർ പറയും. അങ്ങനെ നാട്ടിൽ ഒരു കാര്യവും നടക്കാത്ത സാഹചര്യവും സ്ഥിതിവിശേഷവുമാകും ഉണ്ടാവുക. എല്ലാവർക്കും എല്ലാ സൗകര്യങ്ങളും വേണം. ആകാശത്ത് കൂടി പോയിക്കോട്ടെ എന്നാണ്. വിമാനം പോണത് തടുക്കാൻ നമുക്ക് കഴിയാത്തതുകൊണ്ടാണ് തടുക്കാത്തത്. അല്ലെങ്കിൽ നമ്മളെ പറമ്പിന്റെ മേലെ കൂടി എങ്ങനെ എന്റെ അനുവാദം ഇല്ലാതെ പോകുക എന്ന് ചോദിച്ചു കണ്ട് മഹല്ല് കമ്മിറ്റിയുടെ പിന്നെ കത്തില്ലാതെ എങ്ങനെ ഇപ്പൊ വിമാനം ഈ പിന്നെ പള്ളിപ്പറമ്പിന്റെ മേലെ കൂടി പോകുക എന്നൊക്കെ നമ്മൾ ചോദിക്കും. അതിന് രക്ഷയില്ലാത്തതുകൊണ്ടാണ് നമ്മൾ ചെയ്യാത്തത്. ഏതെങ്കിലും തരത്തിലുള്ള സമ്മർദ്ദത്തിനോ വിരട്ടലിനോ വിധേയമായി സംസ്ഥാനത്തിൻ്റെ മുന്നോട്ടുള്ള കുതിപ്പ്, അതിനാസൂത്രണം ചെയ്ത പരിപാടികൾ നിർത്തിവെക്കാനോ മരവിപ്പിക്കാനോ ഉപേക്ഷിക്കാനോ തയ്യാറല്ല എന്ന നിലപാട് സർക്കാർ സ്വീകരിച്ചു. എന്നാൽ പ്രതിഷേധം അയഞ്ഞതോടെ പദ്ധതിക്കായുള്ള തുടർ പ്രവർത്തനങ്ങളും വേഗത്തിലായി. 443 കിലോമീറ്റർ ദൈർഘ്യമുള്ള പൈപ്പ് ലൈനിന്റെ 408 കിലോമീറ്റർ കേരളത്തിലും 35 കിലോമീറ്റർ കർണാടകത്തിലുമാണ്. ഇതിൽ 375 കിലോമീറ്റർ വെൽഡിംഗ് ജോലികൾ പൂർത്തിയായി. 308 കിലോമീറ്റർ മണ്ണിനടിയിലും സ്ഥാപിച്ചു. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കേന്ദ്രീകൃത നിയന്ത്രണ സംവിധാനത്തിലൂടെ വാതക ചോർച്ചയുണ്ടായാൽ അതിവേഗം പരിഹരിക്കാമെന്ന് ഗെയിൽ ഉറപ്പു നൽകുന്നു. ഇതിനായി ഓരോ 16 കിലോമീറ്ററിലുമുള്ള വാൾവ് സ്റ്റേഷനുകളുടെ ജോലിയും അന്തിമഘട്ടത്തിലാണ്. കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ സഹായത്തോടെ എവിടെയാണോ ലീക്ക് എന്നുള്ളത് കൃത്യമായി നിർണ്ണയിക്കാൻ പറ്റും. അത് SV സ്റ്റേഷൻ തന്നെ ഈ സെക്ഷനിലുള്ള വാതകം അന്തരീക്ഷത്തിലേക്ക് വെന്റ് ഔട്ട് ചെയ്യാൻ പറ്റും. വായുവിനേക്കാൾ ഭാരക്കുറവായതുകൊണ്ട് അത് അന്തരീക്ഷത്തിലേക്ക് ഉയർന്നു പൊക്കോളും. ദേശീയ പ്രകൃതിവാതക ശൃംഖലയുടെ ഭാഗമാകണമെങ്കിൽ സർക്കാരിന് ജനകീയ സമരങ്ങൾക്കു നേരെ മുഖം തിരിക്കാനാകില്ലെന്നായി. നഷ്ടപരിഹാര പാക്കേജ് പുനർനിർണയിച്ചും തണ്ണീർത്തട പ്രദേശങ്ങളിൽ നിർമ്മാണമുണ്ടാകില്ലെന്ന ഉറപ്പിലുമാണ് നിലവിൽ പദ്ധതി മുന്നോട്ടു പോകുന്നതും. കൊച്ചിയിൽ നിന്നും അഖില നന്ദകുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്. അന്താരാഷ്ട്ര വിപണിയിലുണ്ടാകുന്ന വിലക്കയറ്റവും രൂപയുടെ മൂല്യമിടിയുന്നതും ഇന്ധനവില വർദ്ധിക്കുന്നതിന് ഇടയാക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇതിനുള്ള ബദൽ മാർഗങ്ങൾ അന്വേഷിക്കുന്നതും. ഈ അന്വേഷണങ്ങൾക്കുള്ള ഉത്തരമാണ് പെട്രോൾ ഡീസൽ വിലയുമായി താരതമ്യം ചെയ്യുമ്പോൾ വളരെ കുറവാണ് CNGയുടെ വില. മാത്രമല്ല മറ്റിന്ധനങ്ങളെക്കാൾ മികച്ച മൈലേജും ലഭിക്കും. വാഹനങ്ങളിലേക്കുള്ള ഇന്ധനങ്ങളുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പെട്രോൾ ഡീസൽ ഇതിൻ്റെ വിലയും അത് CNGയുടെ വിലയും തമ്മിൽ വളരെ അന്തരമുണ്ട്. അതായത് ഇന്ന് 80 രൂപ പെട്രോളിനുണ്ടെങ്കിൽ CNGക്ക് 46 രൂപ, അതായത് 1 കിലോ CNGയിൽ നിന്ന് 1 ലിറ്റർ പെട്രോളിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ മൈലേജ് ഉണ്ട്. അപ്പം വാഹന ഉടമകൾക്ക് എക്കണോമിക്കലായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഇന്ധനമാണ് പ്രകൃതിവാതകം.